എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറിയാണ്. ഇനി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഈസി ചെറുപയർ കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 1/4 കിലോ അളവിൽ ചെറുപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. കൂടെ തന്നെ ഒരു സവാളയും എരിവിനാവശ്യമായ 3-4 പച്ചമുളകും വെന്തുവരാൻ ആവശ്യമായ വെള്ളവും പയറിന് ആവശ്യമായ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പയർ നല്ല മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് ഒരു സ്പൂൺ അളവിലെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് പയർ ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പയർ വെന്തു വരുന്ന സമയം കൊണ്ട് ഒരു 15 കൊച്ചുള്ളിയും ഒരു ബോൾ വെളുത്തുള്ളിയും ഇതിനാവശ്യമായ ഒരു 4-5 പച്ചമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ചതച്ച് വെക്കണം. പയർ വെന്ത് കഴിഞ്ഞാൽ കുക്കർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെറുപയർ കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്തൊന്ന് മുരിയിച്ചതിന് ശേഷം ഇതിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഒരു തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൂടെ വെക്കേണ്ടതാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മുരിഞ്ഞു പാകമായാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളി വളരെ എളുപ്പത്തിൽ സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടാനായിട്ട് 1 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പയർ കറിക്ക് കൂടുതൽ ചാറ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ തീയിലിരുന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ അളവിലെ നെയ്യും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂട്ടിയിരുന്ന് ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ആരും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചു പോകുന്ന നല്ലൊരു ചെറുപയർ കറി ഇവിടെ തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.